KSU പുതിയ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. വീണ്ടും ചോദ്യപേപ്പർ ചോർന്നുവെന്ന്. 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയുടെ രസതന്ത്രം ചോദ്യമാണ് ചോർന്നത്. MS സൊല്യൂഷൻസ് പുറത്തുവിട്ട ചോദ്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം CEO തന്നെ മുന്നിലേക്ക് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ, ആ പുറത്തുവിട്ട ചോദ്യങ്ങളിൽ 32 മാർക്കിന്റെ ചോദ്യങ്ങൾ അതേപടി പരീക്ഷയ്ക്കെത്തിയെന്നാണ് KSUവിന്റെ ആരോപണം. ഇന്ന് കെമിസ്ട്രിയുടെ ചോദ്യപേപ്പർ 40 മാർക്കിന്റെ ചോദ്യത്തിൽ 32 മാർക്കും ഇന്നലെ MS സൊല്യൂഷന്റെ യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് വലിയ സാമ്പത്തിക തട്ടിപ്പും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവമായി ഇതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ഇവർക്ക് പുല്ലുവിലയാണ് എന്നതിന്റെ തെളിവാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തൊക്കെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇത് വ്യാപകമായ പരാതിയായി ഉയർന്നതിന് ശേഷം പോലീസ് അന്വേഷണം തുടങ്ങിയതിനു ശേഷം ഞാൻ ഈ യൂട്യൂബ് ചാനൽ നിർത്തുകയാണ് എന്ന് MS സൊല്യൂഷൻസിന്റെ MD പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും ആരംഭിച്ചു എന്ന് മാത്രമല്ല, കൂടുതൽ ചാനലുകൾ തുടങ്ങുകയും ചെയ്തു. കാരണം കുട്ടികൾ വലിയ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നു. അവരെ സംബന്ധിച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നൽകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദ്യപേപ്പറിൽ വരികയാണല്ലോ. അപ്പം ഈ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുൻപ്, പഠിക്കുന്നതിന് മുൻപ്, റിവിഷൻ ചെയ്യുന്നതിന് മുൻപ് ഇപ്പോൾ ഈ MS സൊല്യൂഷൻസ് കാണേണ്ട സ്ഥിതിയാണ്. ഇന്നത്തെ കെമിസ്ട്രി അതേപോലെ തന്നെയാണോ ക്വസ്റ്റ്യൻസ്? ആര്യ, ഇത്തരത്തിൽ ചോദ്യപേപ്പർ വിവാദമുണ്ടായി, അത് കത്തി നിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ചോദ്യപേപ്പർ ചോർച്ച എന്ന തരത്തിൽ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കഴിഞ്ഞ തവണ കൃത്യമായ ചോദ്യങ്ങളാണ്, ക്രമ നമ്പർ ഉൾപ്പെടെയാണ് വന്നിരുന്നെങ്കിൽ ഇത്തവണ ഇത് 32 മാർക്കിന്റെ ചോദ്യങ്ങൾ അത് ഇവർ പറയുന്ന MS സൊല്യൂഷൻ പറയുന്ന ആ പോർഷനിൽ നിന്നാണ് എന്നുള്ളതാണ് KSU ഉന്നയിക്കുന്ന ആരോപണം. അതായത് ഇതേ ഭാഗങ്ങൾ പഠിച്ചാൽ മതി, ഈ പോർഷനിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിലുള്ള 32 മാർക്കിനുള്ള ചോദ്യങ്ങൾ, അതായത് ഈ 20 ചോദ്യങ്ങൾ ഉറപ്പ് എന്ന തരത്തിലായിരുന്നു MS സൊല്യൂഷന്റെ വീഡിയോ. അതിനെതിരെയാണ് ഇപ്പോൾ KSU ആരോപണവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് റാക്കറ്റ് തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ആരോപണം KSU പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഈ MS സൊല്യൂഷൻ തന്നെ അവരുടെ ഒരു വാട്സാപ്പ്, അത്തരത്തിലൊരു റാക്കറ്റ്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ അന്വേഷണം വേണം എന്നുള്ള ആരോപണം കൂടി ഉയർത്തുക. എന്തായാലും ഗൗരവതരമായ കാര്യമാണ് ഇത്തരത്തിലൊരു വിവാദം. അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു. അതിനിടെ വീണ്ടും സമാനമായ രീതിയിൽ തന്നെ ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിലെന്തായാലും ഏത് തരത്തിൽ ഇനി KSU പ്രതിഷേധമൊക്കെ ആയി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്.